യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുവാനും വചനം കേൾക്കുവാനും അങ്ങനെ നമ്മളൊരു ജനമാണ് എന്ന് തിരിച്ചറിയുവാനും യോസേപ്പിതാവിൻ്റെ ഒരു വെള്ളിയാഴ്ചയായി വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷമാണ്. 16-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളാണ്. പിതാവിൻ്റെ പക്കലേക്ക് ഈശോ പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ് ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തി പകരുന്ന ഒരു വചനമാണത്. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നിന്നൊന്നിനും കൊള്ളുകയില്ല, നീ ഒരു പരാജയമാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള വാക്കുകൾ, പെരുമാറ്റങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഈ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഉൾക്കൊള്ളുന്നവരാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എവിടെയാണ് നമ്മുടെ പൗരത്വം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ആ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട്, യോസേപ്പിതാവ് ഈശോയെ വളർത്തു പിതാവാണ്. ഈശോയെ പല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചവനാണ്. പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഒരുമിച്ച് കൊണ്ടുവരാനാണ് വിശുദ്ധ യോസേപ്പിതാവ്. നിശബ്ദനായി അദ്ദേഹം വചനത്തിൽ, ബൈബിളിൽ നമ്മൾ കാണപ്പെടുന്നെങ്കിലും അദ്ദേഹം നിശബ്ദതയുടെ മറവിൽ ഒരുപാട് പ്രവർത്തിച്ചവനാണ്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ ആയിരിക്കുന്നു നമ്മളെല്ലാവരും. പിശാച് നമ്മളോട് പറയുന്നൊരു കാര്യം, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലുള്ളവരല്ല, നീ ഒരു പരാജയമാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല. എങ്ങനെ ഈ പിശാചിൻ്റെ ഈ തരത്തിലുള്ള ഈ കുടിലതന്ത്രങ്ങളെ, പൗലോസ് പറയുന്ന ഈ കുടിലതന്ത്രം, പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഞെരുക്കമുണ്ടാകും, പക്ഷെ ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അത് ഈശോ തൻ്റെ കുരിശിലെ, തൻ്റെ പീഡാസഹനത്തിലെ, നമ്മൾ ഈശോയുടെ വേദനയിലെ, ഈശോൻ്റെ ഉത്ഥാനത്തിലെല്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. ഇതിനെ നമ്മൾ ബലപ്പെടുത്തുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേട്ട പത്രോസ്ലീഹായുടെ ലേഖനം 1-ാമത്തെ അധ്യായം. നമ്മൾ വെറുതെ എങ്ങനെയോ ആയിത്തീർന്ന ഒരു ജനമല്ല. അപ്പോൾ പത്രോസ്ലീഹ വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നു. 1-ാമത്തെ പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. രാജകീയ പുരോഹിതഗണം, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി നമ്മൾ പറയരുത്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല, ഞാൻ അവഗണിക്കപ്പെട്ടവനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ ആണ് എന്നൊന്നും നമ്മളിനി മനസ്സാ വാച കർമ്മം നമ്മളങ്ങനെ ചിന്തിക്കരുത്. പകരം പത്രോസ്ലീഹായിലൂടെ ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിതഗണം, പിന്നെന്താണ്? വിശുദ്ധ ജനത, പിന്നെങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് നമ്മൾ. ദൈവത്തിൻ്റെ സ്വന്തം ജനത. തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കുന്നില്ല, പക്ഷേ ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. ആരിലൂടെയാണ് സ്നേഹമുള്ളവർ നമുക്ക് കരുണ ലഭിച്ചത്? യേശുക്രിസ്തുവിലൂടെ. ആരിലൂടെയാണ് നിങ്ങൾ സ്വീകരിക്കപ്പെട്ടത്? യേശുക്രിസ്തുവിലൂടെ.
ആരിലൂടെ നിങ്ങളെ ഒരു ജനമായി, ഒരു വിശുദ്ധ ജനമായി, ഒരു സ്വന്തം ജനമായി, ഒരു പുരോഹിത ഗണമായി തീർക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ രക്തത്തിലൂടെ. പാസ്കൽ ബ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനായിട്ടുള്ള ചിന്തകനാണ്. അദ്ദേഹം യേശു ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ വെളിച്ചത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് നമ്മെ തന്നെ അറിയാൻ കഴിയൂ. യേശു ക്രിസ്തുവിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മരണത്തെയും അറിയാൻ കഴിയൂ. ഈശോ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ മരണത്തിൻ്റെ അർത്ഥം നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് എല്ലാം സാധിക്കൂ എന്ന് ആ പാസ്കൽ ബ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിന്തകൻ പറഞ്ഞു വെക്കുകയാണ്. സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹായുടെ ലേഖനം വഴി നമ്മൾ വായിച്ചു കേട്ട അതേ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാമും നമ്മുടെ ക്രിസ്തുവും, നമ്മുടെ യേശു ക്രിസ്തുവും, നമ്മുടെ എല്ലാമായ ക്രിസ്തുവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ നാം പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടു. നമ്മൾ എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? നാം തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായും യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ വരച്ചിടേണ്ട ചിത്രം അതാണ്. നമ്മൾ ദൈവത്താലെ, യേശു ക്രിസ്തുവിനാലെ പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടവരാണ്. ഇനി നമ്മുടെ മുറിവുകളെക്കുറിച്ച്, നമ്മുടെ വേദനകളെക്കുറിച്ച്, നമ്മുടെ അവഗണനകളെക്കുറിച്ച്, നമുക്ക് സ്വീകാര്യത ഇല്ലായ്മയെക്കുറിച്ച് നമ്മളിനി കരയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ബുദ്ധിയും ബോധമുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വീകരിക്കപ്പെടണം, നമ്മൾ അംഗീകരിക്കപ്പെടണം. എവിടെയൊക്കെ അവഗണനയുണ്ടോ, എവിടെയൊക്കെ വേദനയോ നമ്മളവിടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു നമ്മെ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ രക്തത്താല് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താല് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്താല് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ ആകുലപ്പെടുന്നു, ഞാൻ എന്തിനെ വിഷമിക്കുന്നു, ഞാൻ എന്തിന് കരയുന്നു? പൗലോസ്ലീഹ എഫെസോസുകാർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം പറയുന്നു, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് അവിടെ നമ്മൾ തിരഞ്ഞെടുത്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും ഒക്കെ ക്രിസ്തു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഈ ചരാചരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. തീത്തോസിന് എഴുതിയ ലേഖനം പൗലോസ്ലീഹ പറയുന്നു, 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിലെ, അവിടുത്തെ കൃപാവരത്താൽ നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ കൃപാവരത്താൽ, ആരുടെ കൃപാവരത്താൽ? യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ നാം ഓരോരുത്തരും നീതീകരിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കൃപാവരത്താലാണ് നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രകടനം കൊണ്ടൊന്നുമല്ല, പകരം ക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ. വീണ്ടും നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളൊരു വിശുദ്ധ ജനത. പത്രോസ്ലീഹ പറയും, നമ്മളൊരു വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എന്താണ് നമ്മുടെ ഈ വിലപ്പെട്ട അവസ്ഥയ്ക്ക് കാരണം? എന്താണ് ഈ വിലപ്പെട്ട അവസ്ഥയ്ക്ക് കാരണം? നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോളിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ കളിക്കാരൊക്കെ അവർ ധരിച്ച വസ്ത്രങ്ങൾ കളി കഴിയുമ്പോൾ ഒക്കെ എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അവർ ധരിച്ച ഷൂ, ബൂട്ട്. കാരണം അത് അത്രമായാൽ വലിയൊരു കളിക്കാരൻ അണിഞ്ഞതുകൊണ്ടാണ് അതിന് വിലയുള്ളത്. അതുപോലെ നമ്മുടെ വില എന്താണ് കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്, സ്വീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ വില യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വിലയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വചനം, അവിടെ പറയുന്ന നമ്മുടെ വിലയെക്കുറിച്ച് പ്രവാചകൻ വളരെ വ്യക്തമായി, എന്താണ് ആ വചനം? നീ എനിക്ക് വിലപ്പെട്ടവനും നീ എനിക്ക് ബഹുമാന്യനും നീ പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി ഞാൻ ജനതകളെയും മനുഷ്യരെയും ഞാൻ നൽകുന്നു. പ്രൈസ് ദ ലോർഡ്,
ഹല്ലേലൂയ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഈ ഒരു വർഷം സ്നേഹമുള്ള നമ്മൾ ഫ്രാൻസിസ് അസീസി പുണ്യാളന്റെ വർഷമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അസീസി പുണ്യാളന്റെ ഏറ്റവും വലിയൊരു ചിന്ത, ദൈവം എൻ്റെ പിതാവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം ഒരു വേളയിൽ അദ്ദേഹം വളരെ പണക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പനും വളരെ പണക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പണമുണ്ട്, സമ്പത്തുണ്ട്, വസ്ത്രമുണ്ട്, കടയുണ്ട്, ആളുകളുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എല്ലാം ദൈവത്തിന് വേണ്ടി വേണ്ടാന്ന് വെക്കുകയാണ്. ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ട് അദ്ദേഹം സർവസംഘ പരിത്യാഗിയായി മാറി. ഒരു വേള അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് പറയുക, നീയിട്ട വസ്ത്രം പോലും എൻ്റേതാണ്. അപ്പോൾ വസ്ത്രം അദ്ദേഹം മാറ്റി വെച്ചുകൊണ്ട് ആ വസ്ത്രം പോലും ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ച് അഴിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇനി എൻ്റെ പിതാവിൻ്റെ പേര് പീറ്റർ ബെർണാർഡോൻ എന്നല്ല, പകരം എൻ്റെ പിതാവിൻ്റെ പേര് സ്വർഗസ്ഥനായ പിതാവ് എന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം ആ സിസിയിൽ ബിഷപ്പിന് മുമ്പിൽ വെച്ച് തൻ്റെ വസ്ത്രം പോലും, പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ വസ്ത്രം പോലും മാറ്റി വെച്ചുകൊണ്ട് ഇനി മുതൽ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ് ഞാൻ എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഫ്രാൻസിസ് പുണ്യാളൻ വളർന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള എല്ലാതും എന്തായി? സഹോദരന്മാരായി. ക്രൂരനായ ചെന്നായിയും ക്രൂരരായ മനുഷ്യരുമെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി മാറി. അദ്ദേഹം പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി. സർവചരാചരങ്ങളെയും അദ്ദേഹം സ്വന്തം സഹോദരന്മാരെന്ന് വിളിച്ചു. കാരണം ദൈവമാണ്, പിതാവാണ് ദൈവം എൻ്റെ പിതാവെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ യേശുക്രിസ്തുവിനാലെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിനാലെ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, ഒരു പുരോഹിത ഗണമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനം. നമ്മൾ വിലപ്പെട്ടവരാണ്. ഈശോ നമുക്ക് തൻ്റെ ജീവൻ തന്നു, തൻ്റെ രക്തത്താലെ നമ്മൾ നേടിയെടുത്തു. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കൊരിന്തോസ്കാർക്കുള്ള ലേഖനം 1-ാമത്തെ ലേഖനത്തിലെ 7-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇനി നമ്മൾ അവഗണിക്കപ്പെട്ടവരല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു പ്രസ്റ്റീജോടുകൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഹോദരൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനിയൻ ഏഞ്ചലോ എന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്താലുള്ള ഈശോയോടുള്ള സ്നേഹത്താലെ ഇങ്ങനെ പ്രസംഗിച്ചും ഇങ്ങനെ പ്രാർത്ഥിച്ചുമൊക്കെ നടക്കുകയാണ് അസീസിയിലൂടെ. അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം വളരെ ഒരു ഭിക്ഷക്കാരൻ്റെ ഇതുപോലെയാണ്. കീറിയ വസ്ത്രങ്ങൾ, ചെരുപ്പില്ല. നീണ്ട നേരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അങ്ങനെ വിയർത്തു കുളിച്ചിങ്ങനെ അസീസിയുടെ തിരിവുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ആഞ്ചലോ ഈ ഫ്രാൻസിസ് പുണ്യാളനെ ഇങ്ങനെ പുച്ഛിക്കുകയാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? അവനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ദിവസം ഈ ആഞ്ചലോ ഫ്രാൻസിസ് പുണ്യാളനെ ഇങ്ങനെ പുച്ഛിക്കുക, നിനക്ക് ഭ്രാന്തുണ്ടോ ഇങ്ങനെ വിയർത്തു കുളിച്ച് കിറിയ വസ്ത്രമിട്ട് നടക്കാനായിട്ട്? ഫ്രാൻസിസ് പുണ്യാളൻ പറഞ്ഞ ചില മറുപടികൾ യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ അത് സൂചിപ്പിക്കുന്നതാണ്. ഞാൻ വിയർത്തിരിക്കുന്നത്, സ്നേഹമുള്ള സഹോദര ആഞ്ചലോ, ഞാൻ നാണക്കേട് കൊണ്ടല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിയർത്തിരിക്കുന്നത് എൻ്റെ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും സ്നേഹം കൊണ്ട്, ദൈവത്തിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വിയർക്കണമെന്ന് ഫ്രാൻസിസ് പുണ്യാളൻ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ വിയർത്തിരിക്കുന്നത് നാണക്കേട് കൊണ്ടല്ല, ഞാൻ എൻ്റെ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ രക്തം വിയർക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത്, ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി രക്തം വിയർക്കുന്ന ഒരു ക്രിസ്തുനാഥൻ ഇവിടെയുണ്ട്. നമുക്ക് വേണ്ടി രക്തം വിയർക്കുന്ന, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശു ഇവിടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അവഗണനകൾക്കും, നമ്മുടെ എല്ലാ പോരായ്മകൾക്കും, നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പകരമായി നമുക്ക് വേണ്ടി രക്തം വിയർക്കുന്ന ക്രിസ്തുനാഥൻ ഇവിടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ഫ്രാൻസിസ് പുണ്യാളനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ വിയർത്തിരിക്കുന്നത് നാണക്കേട് കൊണ്ടല്ല, പകരം ഞാൻ വിയർത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഫ്രാൻസിസ് പുണ്യാളൻ പിന്നീട് പറയുന്നത്, ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തി, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അതിന് ഒരു ചെറിയൊരു പരിഹാരമെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിനു കൊള്ളാം?
അപ്പൊ അതിനുള്ളൊരു ചെറിയൊരു പരിഹാരമാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ പരിഹാര ജീവിതത്തിലൂടെ, എൻ്റെ വിയർപ്പിലൂടെ കർത്താവിന് കൊടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഫ്രാൻസിസ് പുണ്യാളനെ പോലെ നമുക്കും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം, തീഷ്ണതയോടുകൂടി ത്യാഗങ്ങൾ ചെയ്യാം, പരിഹാരം ചെയ്യാം, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ. ഒരു തുള്ളി രക്തമെങ്കിലും ഞാൻ വിയർത്തില്ലെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിനെ എന്ത് തിരിച്ചു കൊടുക്കും? ആ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും അദ്ദേഹം തൻ്റെ അനിയനോട് പറയുകയാണ്, അഞ്ചലോട് പറയുകയാണ്, നീ നോക്കുന്നത് പുറത്തേക്കാണ്, എൻ്റെ വസ്ത്രത്തിലേക്കാണ്, നീ നോക്കുന്നത് എൻ്റെ ചെരുപ്പിലേക്കാണ്, പക്ഷെ ഞാൻ നോക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, കാരണം അവൻ്റെ രക്തത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളൊരു പുരോഹിത ജനമാണ്, നമ്മൾ അവകാശപ്പെട്ടവരാണ്, നമ്മൾ വിശുദ്ധ ജനമാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് നമ്മൾ വിലപ്പെട്ട, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. ഫ്രാൻസിസ് പുണ്യാളനെ പോലെ നമുക്കും അകത്തേക്ക് നോക്കാം, പുറത്തേക്കല്ല, എൻ്റെ വസ്ത്രത്തിലേക്കല്ല, എൻ്റെ ചെരുപ്പിലേക്കല്ല, എൻ്റെ പുറമോടിയിലേക്കല്ല, പകരം ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം, ക്രിസ്തുവിലേക്ക് നോക്കാം, കുരിശിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്ന ഗാഗുൽത്തനാഥനിലേക്ക് നമുക്ക് നോക്കാം, ക്രിസ്തുവിലേക്ക് നോക്കുന്ന ഭക്തരായിട്ട് നമുക്ക് മാറാം. ഒരിക്കൽ ഒരാൾ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, കർത്താവ് നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു? വെറുതെ ചോദിക്കുകയാണ്, കർത്താവ് നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു? എല്ലാവരും പറയുന്നു, ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നു? കർത്താവ് എന്താണ് ചെയ്തെന്നറിയാമോ? കർത്താവ് തൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച് കുരിശിലെ കിടന്നുകൊണ്ട് അവിടെ ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് ചിന്തിയിട്ടാണ് നമ്മളെ കർത്താവ് നേടിയെടുത്ത് നമ്മളെ പുരോഹിത ജനമാക്കിയത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കിയത്. അതുകൊണ്ട് ഇനി അവഗണിക്കപ്പെട്ടവരല്ല, നമ്മൾ പരാജിതരല്ല, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരല്ല, നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മൾ ഈ സഭയുടെ അംഗങ്ങളാണെന്നേ, നമ്മൾ ഈ സഭയുടെ അംഗങ്ങളാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മൾ പറയില്ലേ, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഞാൻ ഇന്ന ആളുടെ അനിയനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ സഹോദരനാണ്, അവൻ്റെ രക്തത്താലെ നേടിയെടുക്കപ്പെട്ടവനാണ്. ഫ്രാൻസിസ് പുണ്യാളനെ പോലെ ഞാൻ നാണക്കേട് കൊണ്ടല്ല വേർതിരിക്കുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട്, ക്രിസ്തുവിനോടുള്ള ബന്ധം കൊണ്ട് ഞാൻ വേർതിരിക്കുന്നു. എബ്രായർക്കുള്ള ലേഖനത്തിലെ എഴുതപ്പെട്ടിരിക്കുന്നത് 2-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിലെ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ, അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിച്ചില്ല. നമ്മളെ സഹോദരൻ എന്നാണ് ആര് വിളിച്ചത്? യേശു വിളിച്ചത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാര്, സഹോദരന്മാര്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പുണ്യാളൻ എല്ലാവരെയും ബ്രദർ സിസ്റ്റർ എന്ന് വിളിച്ചിരുന്നു. സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, നമ്മളെല്ലാവരെയും സഹോദരന്മാരാണ്. ദൈവമാണ് എൻ്റെ പിതാവ്, യേശു ക്രിസ്തുവാണ് എൻ്റെ പിതാവ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. ജെറമ്യായുടെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിദൂരത്ത് നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പോലെ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കപ്പെടാതെ പോകുന്നത്. ഫ്രാൻസിസ് പുണ്യാളൻ മനസ്സിലാക്കി, തൻ്റെ പ്രാർത്ഥനയിലൂടെ, തൻ്റെ പരിഹാര ജീവിതത്തിലൂടെ, ക്രിസ്തുവിലേക്ക് വേണ്ടി രക്തം വിയർത്തതിലൂടെ പുണ്യാളനത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു നടന്നത്, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല, ക്രിസ്തു സ്നേഹിക്കപ്പെടുന്നില്ല. പലപ്പോഴും മാനുഷികമായ സ്നേഹങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പലപ്പോഴും ജീവിത പങ്കാളിയെ നമ്മൾ സ്നേഹിക്കാൻ, പലപ്പോഴും ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റാതെ വരും, പരാജയപ്പെടും. അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ചില മക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല, ബന്ധുക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല, ഇവൻ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ ക്രിസ്തു നമ്മളെ സ്നേഹിക്കാതെ വിടുകയില്ല, ക്രിസ്തു നമ്മളെ സ്നേഹിക്കാതെ വിടുകയില്ല. അവൻ്റെ രക്തത്താല് നമ്മളെ സ്നേഹിച്ചു. ക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് അവിടെ ഒരു ശതാധിപൻ നിന്നിരുന്നു. ആ ശതാധിപൻ വിജാതീയനാണ്, അവൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവൻ ആകെക്കൂടി കണ്ടത് കുരിശുമരണമാണ്.
അവൻ ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല. അവൻ ആദ്യമായി ക്രിസ്തുവിനെ കാണുന്നത് കുരിശിൽ വെച്ചാണ്, ഗാഗുൽത്തായിൽ വെച്ചാണ്. അവൻ കണ്ടുമുട്ടുന്ന ക്രിസ്തു ആ കുരിശിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ കുരിശിലേക്ക് ആർദ്രമായി ഒന്ന് നോക്കി. പറഞ്ഞ അവൻ വിജാതീയനാണ്, അവൻ റോമൻ പടയാളിയാണ്, അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. അവൻ ക്രിസ്തുവിനെ പോലെ അനേകം പേര് കുരിശിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, കാരണം അവൻ ശതാധിപനാണ്. എന്നാൽ ഈ കുരിശ് മരണം ഒരു പ്രത്യേകതയുണ്ട്. ഈ കുരിശ് മരണം ശാപവാക്കുകളുടെ കുരിശ് മരണമല്ല, ഇത് സ്നേഹത്തിന്റെ കുരിശ് മരണമാണ്. അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് രക്ഷകനായ ദൈവം പ്രാർത്ഥിക്കുകയാണ്. തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹം പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെ ഈ ശതാധിപൻ ഈ കുരിശിൽ കാണുന്നു. അങ്ങനെ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന ക്രിസ്തു ശപിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല. പകരം തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ഈ ശതാധിപൻ ആ കുരിശ് മരണം കണ്ട് ഏറ്റുപറഞ്ഞൊരു വചനമുണ്ട്. അത് ഇവൻ സത്യമായും ദൈവപുത്രനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കുരിശ് മരണം കണ്ട ശതാധിപൻ, വിജാതിയൻ, ആദ്യമായി കണ്ടുമുട്ടിയ ആ ശതാധിപൻ ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണ്, ഇവൻ ദൈവപുത്രനാണ്, അവന്റെ രക്തത്താലാണ് ഞാനും രക്ഷിക്കപ്പെട്ടത്. വീണ്ടും ഒരു നല്ല കള്ളൻ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ഇരുന്നിരുന്നു. അവനും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആദ്യമായി കണ്ടത് അവൻ ഗാഗുൽത്തായിൽ വെച്ചാണ്. അവൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിനോട് അവൻ ഒരു കാര്യം അപേക്ഷിച്ചു, നീ ഇന്ന് നിന്റെ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. അവനും രക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. പാപികളും ബലഹീനരും ആകുലരും അവഗണിക്കപ്പെട്ടവരും ഒന്നിനും കൊള്ളാത്തവരുമായ എല്ലാവരും രക്ഷിക്കപ്പെട്ടെങ്കിൽ ഞാനും ക്രിസ്തുവിന്റെ രക്തത്താലെ രക്ഷിക്കപ്പെട്ടവനാണ്. ഞാനും ഒരു പുരോഹിത ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഞാൻ മാറിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താലെ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എഫെസോസ്യർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിലെ പൗലോസ് നമ്മളോട് പറയുന്ന, അവൻ്റെ കൃപ വഴി സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ രക്തം വഴി നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ അസ്തിത്വം ക്രിസ്തുവിലാണ് എന്നുള്ള വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തുവിനാലെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനാലെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു, അവൻ്റെ രക്തത്താലെ സകല പാപവും നമ്മുടെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാത്തിനും നമ്മൾ സ്വർഗരാജ്യത്തിനെ അവകാശിയായി തീർന്നിരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് ചിന്തിക്കും. യോസേപ്പ് പിതാവിൻ്റെ ഈ വെള്ളിയാഴ്ച നമുക്ക് ക്രിസ്തുവിൻ്റെ ആ വലിയ സ്വീകാര്യത, ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ വലിയ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് കുരിശിലേക്ക് കൈകൾ നീട്ടി അവിടുന്ന് പറഞ്ഞു, ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ശതാധിപൻ ഗാഗുൽത്തായിൽ കാൽവരിയിൽ കണ്ടുമുട്ടിയ ക്രിസ്തുനാഥൻ പിടഞ്ഞ് മരിക്കുമ്പോഴും ഇവരോട് ഞാൻ ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച ക്രിസ്തുനാഥൻ അവന് മാനസാന്തരത്തിന് കാരണമായി. അവൻ ഏറ്റുപറയുകയാണ്. പിന്നീട് തൻ്റെ ജീവിതം മുഴുവനും ഒരുപക്ഷെ ആ ശതാധിപൻ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകും, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. ഫ്രാൻസിസ് പുണ്യാളനെ പോലെ നമുക്കും ആ കുരിശിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസംഘ പരിത്യാഗിയായി ഇനി മുതൽ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവ്. ഞാൻ വിയർത്തിരിക്കുന്നത് നാണക്കേട് കൊണ്ടല്ല, എൻ്റെ കീറിയ വസ്ത്രം കൊണ്ടല്ല, ഞാൻ ചെരുപ്പിടാത്തത് കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടല്ല, പകരം ഞാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലാണ് ഞാൻ വിയർത്തിരിക്കുന്നത്. എൻ്റെ വിയർപ്പ് ഞാൻ ക്രിസ്തുവിനായി വിറ്റിരിക്കുന്നു. ഞാൻ നോക്കുന്നത് പുറത്തേക്കല്ല, പകരം ക്രിസ്തുവിലേക്ക്. ആ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് തുടരാം. നമുക്ക് ഇനി ഒരിക്കലും നമ്മൾ പറയാതിരിക്കണം, നമ്മൾ അവഗണിക്കപ്പെട്ടവരല്ല, ഒന്നിനും കൊള്ളാത്തവരല്ല, പകരം നമ്മൾ എല്ലാം നേടിയവരാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താലെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.